മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ MLA, ജോസ് കെ മാണി MP, AP അബ്ദുള്ളക്കുട്ടി, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യം, പാണക്കാട് ബഷീർ അലി തങ്ങൾ, IG പത്മകുമാർ, AP അനിൽകുമാർ എന്നിവരും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കേന്ദ്രമന്ത്രിമാർക്ക് തന്നെ കാഴ്ചവെക്കാൻ ചെന്നിത്തലയുടെ സ്റ്റാഫ് അംഗമായിരുന്ന പ്രതീഷ് ശ്രമിച്ചു. തന്റെ ഈ കത്തിലെ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും സോളാർ കമ്മീഷനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കത്ത് ഹാജരാക്കാതിരുന്നതെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ വീഡിയോ, ഓഡിയോ തെളിവുകൾ അടക്കമുള്ളവ ഹാജരാക്കുമെന്നും സരിത അറിയിച്ചു. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇത് വെച്ച് വില പേശിയെന്ന് പറയുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അവരെക്കാൾ കൂടുതൽ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടത് ഞാനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. ഈ 2.5 വർഷമായിട്ട് എന്റെ വീട്ടില് എന്റെ അമ്മ ഉൾപ്പെടെ എന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്രയോ പേര് ഇതിന് ഇരയായിട്ടുണ്ടെന്നറിയാം. അവരുടെയൊക്കെ ഫോണുകളിൽ വിളിച്ചിട്ട് അതെ ഇതൊന്ന് പുറത്തുവിടും, നിങ്ങളുടെ ചേച്ചിയുടെ ഇത് പുറത്തുവിടും, അവരുടെ പുറത്തുവിടും, ഇത്ര രൂപ കൊണ്ടുപോകും, അത്ര രൂപ കൊണ്ടുവന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോൺ വിളി എത്രയോ എടുത്ത് നമ്മൾ പെറ്റീഷൻ കൊടുത്തു. ജോഷിയെന്ന് അന്വേഷിച്ചു നോക്കി. ഇന്നേ വരെ ഈ സംസ്ഥാന DGPയുടെ മുമ്പിൽ വരെ കൊടുത്ത പരാതിക്ക്, സരിത കൊടുത്ത പരാതിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? തിരുവനന്തപുരത്ത് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.